ഹരി. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ഈ പഞ്ചമകാരോപാസനയിൽ ഉള്ള ആശ്രമത്തിൽ ചെന്ന്, അപ്പോ സ്വാമിജിക്ക് അവരവിടെ ഒരു സ്വാമിജിക്ക് അറിയില്ല അതെന്താ പരിപാടി ഇവിടെ എന്ന്. അപ്പൊ അവിടെ ചെന്ന്, അപ്പൊ അവിടെ ഈ സ്വാമിജിക്ക് ഒരു മുറി കൊടുത്തു. അപ്പൊ ആ മുറി വൃത്തിയാക്കാൻ ഒരു പയ്യൻ വന്നിട്ട് ഒക്കെ ശരിയാക്കി സ്വാമിജിക്ക് വെള്ളമൊക്കെ കൊണ്ട് കൊടുത്ത്, അപ്പൊ സ്വാമിജിക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്ത ഈ അവിടുത്തെ പയ്യൻ സ്വാമിജിയെ കണ്ടപ്പം ഇദ്ദേഹം ഇവിടെ വരേണ്ട ആളല്ലല്ലോ എന്നുള്ള ഒരു തോന്നലില് സ്വാമിജിയോട് ചോദിച്ചു, എന്താണ് മഹാത്മൻ അങ്ങ് ഇവിടെ, എന്താണ്? ഇല്ല, ഞാൻ 2-3 ദിവസം ഇവിടെ നിൽക്കും, എന്നിട്ട് ഇങ്ങനെ പോവാം എന്നുള്ളത്. അപ്പൊ ഇത് ഇവനോട് സംസാരിക്കുന്ന സമയത്ത് തൊട്ടേ അപ്പുറത്ത് നിന്ന് സ്വാമിജി കുറച്ച് സ്ത്രീകൾ ചിരിക്കുന്നതും എന്തൊക്കെയോ അവർ പറയുന്നതും ഒക്കെ ഇങ്ങനെ കുറച്ച് സ്ത്രീകളുടെ ശബ്ദം കേൾക്കുകയാണ്. അപ്പൊ സ്വാമിജി ചോദിച്ചു, ഇവിടെ ആരൊക്കെയുണ്ട്, അവിടെ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ്? അപ്പം പറഞ്ഞു, ഇതൊരു പ്രത്യേകതരം സ്ഥലമാണ്, ഇവിടെ അങ്ങേക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ഇവൻ പറഞ്ഞു. അപ്പോ സ്വാമിജിക്ക് തോന്നി, ഇത് എന്താണ് ഇപ്പൊ വന്നത്, അബദ്ധമായോ? അപ്പൊ എന്നാൽ ഒരു കാര്യം ചെയ്യാം. അപ്പൊ അവന്റെ അടുത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, എന്നാൽ ഇവിടുന്ന് ഞാൻ പോവാം. അപ്പോ പറഞ്ഞു, ഇനി അങ്ങേക്ക് പോണെങ്കിൽ ഇതിന്റെ മഠാധിപതിയുടെ അധിപനോട് ചോദിച്ചിട്ട് പോവാൻ സാധിക്കും. അങ്ങനെ സ്വാമിജി അതിനെന്താ എന്ന് പറഞ്ഞിട്ട് ഈ അധിപന്റെ അടുത്തേക്ക് പോവുക. അപ്പൊ ഈ അധിപനോട് പറഞ്ഞു, സ്വാമിജി പറഞ്ഞു, എനിക്ക് ഞാനിങ്ങനെ 2 ദിവസം നിൽക്കണമെന്നോ അങ്ങനെ എന്തോ അങ്ങനെ എന്തായാലും ഞാൻ പോവാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് പോകണം, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. പോവാൻ റെഡിയായപ്പം ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെ പോവാൻ പറ്റില്ല, ഇവിടുന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങേ വിടില്ല. എന്നിട്ട് അപ്പൊ ഈ വിവേകാനന്ദ സ്വാമിയെ കുറിച്ച് ഇവര് അവിടെ കേട്ടിട്ടുണ്ട്, കുറച്ച് എന്തൊക്കെയോ വിധത്തിൽ ഇങ്ങനെയോ അറിയാം, കുറച്ചറിയാം. ഈ ഷിക്കാഗോയിൽ പോകുന്നതിനൊക്കെ മുമ്പുള്ളതാണ്. അപ്പോ ഇവര് പറഞ്ഞു, അങ്ങയുടെ ബ്രഹ്മചര്യം നിങ്ങൾ ഇതൊക്കെ പറയുന്നതുണ്ടല്ലോ, ഇതെല്ലാം വെറും പൊട്ടത്തരാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ഇവിടെ ഈ യമൻ പറഞ്ഞ അതേപോലെ ഈ ഓഫറാണ് ശരിക്കും പറഞ്ഞ വിവേകാനന്ദ സ്വാമികളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അങ്ങ് ഇതുകൊണ്ട് ഇതുവരെ അനുഭവിക്കാത്ത ആനന്ദമൊക്കെ അനുഭവിപ്പിച്ച്, അപ്പൊ ഈ പെൺകുട്ടികളൊക്കെ വന്നു, അവരെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയാം, ഇവര് നിങ്ങളെ സുഖിപ്പിക്കും, നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ആനന്ദത്തെയൊക്കെ ഇവര് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ ചെറുപ്പക്കാരനാണ്, നല്ല മിടുക്കനാണ്, ചെല്ലു എന്ന് പറഞ്ഞ് സ്വാമിജിയെ ഇവര് പറഞ്ഞയച്ചു. അപ്പൊ ഈ സെക്യൂർ വലിയ ഗേറ്റൊക്കെ ഉണ്ട്, ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്, അവിടെ പറവുകാരനൊക്കെ ഉണ്ട്. അപ്പോ സ്വാമിജിക്ക് തോന്നി, ഇത് പന്തിയില്ലല്ലോ, ഇവിടുന്നിപ്പോ എന്ത് ബലം കൊടുത്ത്. അപ്പോ സ്വാമിജി കുറെ വാദമുഖങ്ങൾ നിരത്തുന്നുണ്ട്, എൻ്റെ രീതി അതല്ല, അതിനോട് എനിക്ക് യോജിപ്പില്ല, എങ്ങനെ അതൊന്നും അതല്ല, അതൊക്കെ എനിക്കത് സമ്മതമില്ല. അപ്പൊ പറയുന്നുണ്ട്, നിങ്ങളുടെ സമ്മതം ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെ എത്തി വർത്തമാനം. പക്ഷെ അവിടുന്ന് തൽക്കാലം അവിടുന്ന് ഇദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് വിട വാങ്ങിയിട്ട് മൂപ്പര് എന്താ പറയാ, ഈ മുറിക്കകത്തെത്തി, തിരിച്ചെത്തി. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്താ ചെയ്യുക, എങ്ങനെയാ ഇവിടുന്ന് രക്ഷപ്പെടുക എന്ന്. അപ്പൊ ഈ പയ്യൻ അവിടെ വന്നു. അപ്പൊ ഇവനോട് ചോദിക്കുകയാണ്, സ്വാമിജി ചോദിക്കുക, നിനക്ക് ഇവിടുന്ന് നീയും ഇവിടെ തന്നെയാണോ, ഇതിനകത്താണോ, അതോ നീ പുറത്തു പോയി ദിവസവും പോയി വരുന്നതാണോ? അവൻ പറയും, ഞാൻ ദിവസവും പോയി വരുന്ന ആളാണ്, വീട്ടിൽ പോയി ഇവിടെ വരുന്ന ആളാണ്. പണി കഴിഞ്ഞാൽ ഞാൻ പോവും, വൈകുന്നേരമായ ഞാൻ പോവും, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പോവും. അപ്പോ സ്വാമിജി അവനോട് ചോദിക്കുക, ഈ നാട്ടില് ആരാണ് നീതിമാനായിട്ടുള്ള ഒരാള്, കൊള്ളാവുന്ന ഒരാള്? പറഞ്ഞു, അത് രാജാവ് തന്നെയാണ്, അദ്ദേഹം നീതിമാനാണ്.
എന്ന് പറഞ്ഞിട്ട് ഈ ഈ പയ്യൻ പോയിട്ട് സ്വാമിജിക്ക് ഒരു കപ്പും സോസറിലും ഈ കപ്പില് അടിയിൽ സോസറും വെച്ച് ചായ കൊണ്ടു കൊടുക്കും. അപ്പൊ ഈ ചായ കൊണ്ടു കൊടുക്കുന്ന ആ സോസറിൽ ഒരു ചാർക്കോളിന്റെ കഷ്ണമുണ്ട്, കരിയുടെ കഷ്ണം. അപ്പൊ സ്വാമിജിക്ക് ഈ ചായ കുടിക്കാനുള്ള ഒരു മൂഡൊന്നും അല്ല. സ്വാമിജി പറഞ്ഞു, എനിക്കിതല്ല ഇപ്പം വേണ്ട, എനിക്കിത് വേണ്ട. അപ്പോ ഇവൻ പറയാണ്, ഇത് ഞാൻ അങ്ങേക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതല്ല, അങ്ങ് ഇതിലെന്താണോ എഴുതാനുള്ള ഒരു സന്ദേശം രാജാവിന് എഴുതുക, ഞാനത് അദ്ദേഹത്തിൽ ഏൽപ്പിക്കാം. അപ്പൊ സ്വാമിജി ചോദിക്കുക, അപ്പൊ നിന്നെ ഇവര് അത് പിടിക്കില്ലേ? പറഞ്ഞു, ഇല്ല, ഞാൻ ഈ ഇത് പൊട്ടിച്ചിട്ട് ഞാനിത് കളയാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞോളാം, എന്നോട് ചോദിച്ചാൽ അങ്ങ് ഇതിൽ എഴുതൂ എന്ന്. അപ്പൊ സ്വാമിജി അതിൽ എഴുതുകയാണ്. ആ സോസർ ഒന്ന് ആലോചിച്ച് നോക്കണേ, ആ സോസറിൽ കരി കൊണ്ട് എഴുതുക, രാജാവിന്. അങ്ങനെ ഇവൻ രാജാവിനെ കാണണം എന്ന് പറയുന്നതും പോയി രാജാവിനെ കണ്ടിട്ട് കാര്യങ്ങൾ ഇവൻ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഒരാൾ പെട്ടിട്ടുണ്ട്, അദ്ദേഹം ഇങ്ങനെയൊക്കെ ആള് ഒരു നല്ലൊരാളാണ്, അദ്ദേഹത്തിന് ഇതാണ്, ഇങ്ങനെയാണ്. അപ്പൊ അതിലെന്താണ്, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം ആണ് സ്വാമിജി അതിൽ എഴുതിയത്. ഒട്ടൻ തന്നെ രാജാവ് ഈ ഭടന്മാരെയൊക്കെ അയച്ച് അവിടുന്ന് വിവേകാനന്ദ സ്വാമികളെ മോചിപ്പിക്കുകയും ഈ ആശ്രമത്തിന്റെ അധിപനെ ഈ അവരുടെ ഭടന്മാരുടെ കസ്റ്റഡിയിലെടുക്കുകയും കൽത്തുറുങ്കിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ രാജാവുമായിട്ട് സ്വാമിജി ഈ വലിയൊരു അവിടെ പിന്നെ 10 ദിവസം സ്വാമിജി അദ്ദേഹത്തിന്റെ ഇതിൽ താമസിക്കുന്നുണ്ട്. അവിടെ വെച്ച് അപ്പോഴാണ് ഈ രാജാവ് അമേരിക്കയിൽ ഓൾറെഡി പോയി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ദ വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന ലോകമത മഹാസമ്മേളനം അവിടെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ സ്വാമിജിക്ക് തന്നെ പല അടുത്ത നാട്ടുരാജാക്കന്മാരെയൊക്കെ അറിയാം. അപ്പോ വലിയ മതിപ്പുണ്ടായി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹമാണ് സ്വാമിജിയെ നിങ്ങൾ അവിടേക്ക് പോകണം എന്ന് പറഞ്ഞ് അതിൻ്റെ ഏർപ്പാടുകൾക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന ആള് അദ്ദേഹമാണ് എന്താ പറയാ, ഈ വേഷവിധാനം വരെ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്നത്. വലിയ ഈ നമ്മുടെ ഈ മതത്തിന്റെ ഏറ്റവും ഉദാത്തമായതിനെ അങ്ങ് അവിടെ പറയണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊരു വഴിത്തിരിവായിരുന്നു. പറഞ്ഞു വന്നത്, ഈ യമധർമ്മന്റെ ഓഫർ അന്ന് യമൻ വെച്ചതുപോലെ ഈ ഓഫർ നമ്മുടെ മുന്നിലും സത്യസാക്ഷാത്കാരത്തിന് മുതിരുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ പ്രാമുഖ്യം നൽകുന്നത് ഏതിനാണ്? ആ സമയത്ത് ഈ പറഞ്ഞ ഈ സമ്പത്തും അതും ഇതും സകല ഏടാകൂടങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരും. അതിനെ സ്വീകരിക്കുന്നോ മുന്നോട്ടേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ നചികേതസിന്റെ മുൻപിൽ യമധർമ്മൻ ഇതും കൂടെ വെച്ചു. ഇനി എന്താ വേണ്ടത്? ഇതൊക്കെ നീ വരിക്കൂ, എന്നിട്ട് ആനന്ദിക്കൂ നചികേതസെ. ദയവ് ചെയ്ത് മരണം മാ അനുപ്രാക്ഷി, മരണത്തെക്കുറിച്ച് എന്നോട് ചോദിക്കരുത്, പകരം നിനക്ക് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുട്ടൻസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുന്നിൽ ഇങ്ങനെയുള്ള ഓഫറുകളൊക്കെ, എന്തൊക്കെ ഓഫറുകൾ ഇങ്ങനെ വന്ന് ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ, തരുമ്പം തന്നെ യവൻ പറയാണ് മരണം മാ അനുപ്രാക്ഷി, അതിനെക്കുറിച്ച് ചോദിക്കരുത്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല, നമ്മൾ വിചാരിക്കുന്നു മരണമൊന്നും എനിക്കില്ല. എന്താണ് ഇത് കേട്ട നചികേതസ് എന്താ പറഞ്ഞതെന്ന് അറിയാം? മൂപ്പർക്ക് കുറച്ചൊരു ഒരു എന്താ ഒരു ദേഷ്യം പിടിച്ചു. നമുക്ക് ഇങ്ങനെ വെറുതെ പറയാം,
ഒരു കനപ്പിച്ചു മൂപ്പര് കനപ്പിച്ചിട്ടുണ്ട്. അത് ശരിയാ. കനപ്പിച്ചു എന്നുള്ളത് ഈ മന്ത്രത്തിൽ നിന്നറിയാം. ഇത് നചികേതസ് പറയുന്നതായിട്ടാണ്. ശോഭാവാമർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ അഭിസർവം ജീവിതമൽപമേവ തവൈവ വാഹാസ്തവ നൃത്യഗീതേ. ശോഭാവാമർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ അഭിസർവം ജീവിതമൽപമേവ തവൈവ വാഹാസ്തവ നൃത്യഗീതേ. യമനെ മൃത്യു എന്നൊക്കെ വിളിച്ച് നേരത്തെ ഇപ്പൊ വിളിക്കുന്നത് എന്താണെന്നറിയോ? ശോഭാവാമർത്യസ്യ യഥാ അന്ധക എന്നാണ്. ഹേ അന്ധക, അല്ലയോ അന്ധക. നമ്മളിത് മലയാളത്തില് നമ്മുടെ പഴയ ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട്. നമ്മുടെ അമ്മമ്മ ഉപയോഗിക്കുന്ന വാക്കാ ഈ അന്ധകനെ കൊണ്ട് ഞാൻ എന്താ വേണ്ടത്, ഈ അന്ധകനെ കൊണ്ട് തോറ്റു എന്നൊക്കെ. ഇങ്ങനെ ഈ യമന്റെ കുറെ പേരുകൾ നമ്മള് ആൾക്കാർ പൂർവികർ പ്രത്യേകിച്ച് ഉപയോഗിക്കാറുണ്ട്. പണ്ടാരക്കാലൻ, കാലമാടൻ, അന്ധകൻ, ഇതൊക്കെ മൂപ്പരുടെ പേരാ. ഹേ അന്ധക. അപ്പൊ അന്ധക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനും അവസാനം കുറിക്കുന്നവനാണ്. ഹേ അന്ധക, അല്ലയോ അന്ധക, നീ എന്റെ അവസാനം കുറിക്കാനാണെങ്കിൽ അത് വേണ്ടെന്ന് പറയാം. ഹേ അന്ധക, യത് ഏതത്, എന്തൊക്കെയാണ് ഇപ്പം അങ്ങ് എൻ്റെ മുന്നിൽ ഓഫർ ചെയ്തത്? ഏതത് ശ്വാഭാവ, ഇതൊന്നും തന്നെ നാളെ ഉണ്ടാകും എന്ന് ഉറപ്പില്ലാത്തതാണ്. ഇതിനെന്തുണ്ട്? നാശമുണ്ട്. ഇതൊന്നും നാളെ ഇല്ല, നാളെ ഇല്ലാത്തത്. ഇതിനൊരു അവസാനമുണ്ട്. ഇത് നൈമിഷികമാണ്. ഇതിന് ഒരു പരിധിയുണ്ട്, അവസാനമുണ്ട്. ഹേ അന്ധക, യത് ഏതത് സ്വഭാവ, അങ്ങ് ഇപ്പൊ എൻ്റെ മുന്നിലേക്ക് നീട്ടിയിട്ടുള്ളതിന് എല്ലാറ്റിനും ഒരവസാനമുണ്ട്. മർത്തസ്യ, മാത്രമല്ല മർത്യസ്യ സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ, മനുഷ്യനെ, മർത്തസ്യ മനുഷ്യന്റെ സർവേന്ദ്രിയാണാം തേജഃ, ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ തേജസ്സിനെ ജരയന്തി, കെടുത്താൻ സഹായിക്കുന്നതുമാണ് ഇത്. ഇതിലൂടെ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ തളരുന്നത്. അപ്പൊ ഇതിന് ഇന്ദ്രിയങ്ങളെ തളർത്താനുള്ളതാണ് അങ്ങ് എൻ്റെ മുന്നിലേക്ക് വെച്ച് തന്നിട്ടുള്ള ഈ ഓഫർ എല്ലാം. അതുകൊണ്ട് സർവം ജീവിതം അഭി അല്പമേവ, അഭിസർവം ജീവിതം അല്പമേവ. വാസ്തവത്തിൽ ഈ ജീവിതം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ചക്രം എടുത്തു കഴിഞ്ഞാൽ ഇത് അല്പമാണ്, അല്പമേ ഉള്ളൂ, അല്പായുസുക്കളാണ്. അപ്പൊ 100 വർഷം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് അല്പമാണ് ഈ കാലചക്രത്തിൽ. അത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ക്ലോക്കാണ് 100 എന്നുള്ളത്, ഈ എന്താ പറയാ വർഷവും ദിവസവും ഒക്കെ. അത് അല്പം, ജീവിതം അല്പം. അതുകൊണ്ട് തവൈവ വാഹാസ്തവ നൃത്യഗീതേ, ഇതൊരു ഭയങ്കര പറച്ചിലായിപ്പോയി. ഈ ഈ പാട്ട്, കുതിര, ആന, സ്വർണം, ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ പറയുന്നത് നൃത്തവും ഗീതവും മറ്റേത് ഉൾപ്പെടെ, ഈ സുന്ദരിമാരും ഈ പറഞ്ഞ പാട്ടും കൂത്തും ഡാൻസും മദ്യവും ഇതെല്ലാം തന്നെ തവയേവ, നിനക്ക് തന്നെ ഇരിക്കട്ടെ. ഇതൊക്കെ അന്ധക നിന്റെ കയ്യിൽ വെച്ചോ, എനിക്ക് ഇത് വേണ്ട. ഇതാണ് നിലപാട്. നമ്മൾ ആ അമൽ എന്ന് പറഞ്ഞ ഓട്ടോ ഡ്രൈവറുടെ ഇത് പറഞ്ഞില്ലേ, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അന്ന് എനിക്ക് വേണ്ട. മൂപ്പരാകെ മേടിച്ചത് നാളെ ഭാര്യയാവാൻ പോകുന്ന സ്ത്രീയുടെ ഒരു നമ്മുടെയൊക്കെ ഒരു സിനിമയിൽ ഒരു സിനിമാ സംവിധായകന് ഒരു സ്ക്രിപ്റ്റിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഗതി, ഒരു കാർബറേറ്റർ ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. വണ്ടിയുടെ കാർബറേറ്റർ പോയി കിടക്കുകയാണ്. അത് പുതിയത് മേടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അത്
മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അവൾ അത് അറിഞ്ഞ് കൊടുക്കുകയാണ്, അവളെ സ്വരൂപിച്ച് വെച്ച കാശ്. എന്നിട്ട് അത് അദ്ദേഹം തിരസ്കരിക്കുന്നുണ്ട്. പിന്നെ അവള് പറയുന്നത് ഇത് ഡൗറി ആയിട്ട് വെച്ചോളാൻ പറയും. അപ്പൊ പിന്നെ അതാണ് മൂപ്പര് സ്വീകരിക്കുന്നത്. അപ്പോൾ സ്ത്രീധനായിട്ട് കിട്ടിയത് ഒരു കാർബറേറ്ററാണ്.